ശ്രീ പത്മകുമാർ, നിങ്ങളുടെ ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് അല്ലേ? അതെ. ഇത് രൂപീകൃതമാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിരവധി ആവശ്യങ്ങൾ പലപ്പോഴും നിങ്ങൾ മുമ്പോട്ട് വയ്ക്കാറുണ്ട്. ഇതൊന്നും തന്നെ പൂർണ്ണമായിട്ടും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ സമീപ സമയത്താണ് ഒരു സംസ്ഥാന സമ്മേളനം നടന്നത്. ഇതിനകത്ത് നിങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. ഈ സംഘടന തന്നെ രൂപം കൊണ്ടത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടല്ലേ? അതെ. അതായത് എക്സ് സർവീസസ് ലീഗിൻ്റെ മഹാസമ്മേളനം ഈ അടുത്ത കാലത്ത് ഫെബ്രുവരി 13 കോഴിക്കോടാണ് നടന്നത്. ഞങ്ങളെല്ലാവരും 10,000 കണക്കിന് ജനങ്ങൾ, വിമുക്തഭടന്മാരും വീറുനാരികളും മാനാഞ്ചിറയിൽ നിന്ന് ഫ്രീഡം കടപ്പുറത്ത് ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം അതിൻ്റെ അവകാശ പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇപ്പോൾ 28 സെക്രട്ടേറിയറ്റ് നടയിൽ നമ്മൾ പ്രതിഷേധ സമരം എന്ന് പറയാം, കാരണം അതിൻ്റെ അവകാശ പത്രിക കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചെയ്തു. പക്ഷേ ഈ സംഘടനയെക്കുറിച്ച് പല കാര്യങ്ങളും അറിഞ്ഞാത്തവരായിട്ട് പലരും കാണുന്നത്, തൊട്ടിയും പിടിച്ചും വിമുക്തോടെ സംഘടനകൾ പലതും രൂപീകരിക്കാറുണ്ട്. പക്ഷേ എക്സ് സർവീസസ് ലീഗ് എന്ന് പറയുന്ന സംഘടന മറ്റൊരു രീതിയിലാണ്. ഇതിനകത്ത് രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. 1964 എക്സ് സർവീസസ് ലീഗ് എന്ന മഹാസംഘടന ഇന്ത്യയിൽ രൂപപ്പെട്ടത്. ഇത് യഥാർത്ഥത്തിൽ ജനറൽ കരിയപ്പ സാറാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായത്. ഇന്നും അറിയേണ്ടുന്ന കാര്യം, പലർക്കും അറിയാത്ത കാര്യമാണ്, ഇതിൻ്റെ ഞങ്ങളുടെ മുഖ്യ രക്ഷാധികാരി എന്ന് പറയുന്നത് രാഷ്ട്രപതിയായിരുന്നു. പക്ഷേ ഈ അടുത്ത ഒരു 10 വർഷത്തിനകത്ത് പ്രതിരോധ മന്ത്രിയായി രാഷ്ട്രപതിയായി മാറി. പക്ഷേ എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നടക്കണമെന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെല്ലാം പലയിടത്തും നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിനകത്ത് ഇത് രൂപീകരിച്ചത് 1965 വെറും ഒരു ജവാനായ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലുള്ള ആളാണ് ഈ പ്രസ്ഥാനം രൂപീകരിച്ചത്. വെറും 4 പേരടങ്ങുന്ന ഒരു വീടിനകത്ത് ഇരുന്ന് കൂടിയ യോഗമാണ്. അവിടെ നിന്നാണ് ഈ സംഘടന പിന്നെ വലുതായത്. അതിനുശേഷം സംഘടന ശക്തമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ 1984 അടുപ്പിച്ച് കുഴിത്തറത്തിൽ ഗോപാലകൃഷ്ണപിള്ള സാർ എന്ന് പറയുന്ന ആൾ ഈ സംഘടനയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഭാഗത്തൊക്കെ സംഘടന സജീവമാക്കാൻ ശ്രമിച്ചു. അന്ന് തൊട്ട് അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണ്, അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ശ്രീ വർഗീസ് കാപ്പിൽ സാർ. ഇന്നും അദ്ദേഹം സജീവമാണ്. 55 വയസ്സിലെത്തിയെങ്കിലും അദ്ദേഹം അന്നും സംസ്ഥാന സെക്രട്ടറി, ഇന്ന് മുഖ്യ രക്ഷാധികാരി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവും വളരെ കാര്യങ്ങളായിരുന്നു. പിന്നീട് സംഘടന ശക്തമായിക്കൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ സാറ് നേരത്തെ വിജയനാഥ് സാർ ചോദിച്ച മാതിരി ഞങ്ങളുടെ കാര്യങ്ങളിലൊന്നും ഞങ്ങളൊന്നിലും ഒരു സമരങ്ങൾക്കൊന്നും പോകാറില്ല. കാരണം നമ്മളെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ അങ്ങനെ ഡ്യൂട്ടി ചെയ്ത് ജീവിച്ചു വന്നവർ, നമുക്ക് കൂടുതൽ ശമ്പളങ്ങൾക്കും വേണ്ടിയൊന്നുമില്ല. പക്ഷേ വിമുക്തഭടന്മാർക്കും വീറുനാരികൾക്കും കിട്ടേണ്ടുന്ന അവകാശങ്ങൾ കുറഞ്ഞു പോകാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ അനുഭവം അനുഭവിച്ചത് 1984 ഓൺറാം കോൺവെൻഷൻ്റെ ഒരു പ്രശ്നം വന്നു. 83 മദൻലാൽ ഖുറാനയാണ് അതിന്മേൽ അന്വേഷണം നടത്തിയത്. പക്ഷേ ഞങ്ങൾക്കതിൻ്റെ ഓൺറാം പെൻഷൻ കിട്ടാൻ 84 കിട്ടേണ്ടത് നമുക്ക് കിട്ടിയത് എപ്പോഴാണെന്നറിയാം? 2015 ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന സമയത്താണ്. ഞാൻ മറ്റു സർക്കാരിനെ ഒന്നും കുറ്റം പറയുന്നതല്ല. അല്ല, ഈ ഡിഫൻസ് മിനിസ്റ്ററായിട്ട് ഈ AK ആന്റണിയൊക്കെ ഇരുന്ന സമയത്ത് വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലേ? അല്ല, അതും ഞാനൊരു കാര്യം പറയാം. ഈ ഓൺറാം പെൻഷൻ വന്നപ്പോൾ അദ്ദേഹം പ്രതിരോധ മന്ത്രി ആയിരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം വന്നു. അദ്ദേഹം ഒരു 500 കോടി രൂപ അനുവദിച്ചു. 500 കോടി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള 83 കിട്ടേണ്ടുന്ന കാര്യത്തിനകത്ത് 2005 കിട്ടുമ്പോൾ ഒരു ചായയും വടയും പോലും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അത് മാത്രമല്ല, അന്ന് ധനകാര്യമന്ത്രി ചിദംബരം, അദ്ദേഹത്തിന് ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പ്രതിരോധ മന്ത്രി AK ആന്റണി സാറാണ് തുടങ്ങി വെച്ചതെങ്കിലും അദ്ദേഹം അതിനങ്ങനെ സാരവൽക്കരിച്ചു. പിന്നീട് ഈ 2014 ആദ്യത്തെ ഇലക്ഷൻ വരുമ്പോഴാണ്, കേന്ദ്രത്തിൽ വരുമ്പോഴാണ് ഹരിയാനയെ വെച്ച് ഇസാറിൽ വെച്ച് നരേന്ദ്രമോദി സാർ ആദ്യത്തെ പ്രധാനമന്ത്രി ആയില്ല. അതിനു മുമ്പ് അദ്ദേഹം ആദ്യ പ്രസംഗം നടത്തിയിട്ട് പറഞ്ഞ് ഓൺറാം കോൺവെൻഷൻ ഞാൻ വന്നു കഴിഞ്ഞാൽ ചെയ്തിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, 35 വർഷത്തിന് ശേഷം നമുക്ക് കിട്ടിയ ആനുകൂല്യം, നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിലായിട്ടില്ല എങ്കിലും കിട്ടേണ്ടുന്ന രീതിക്ക് അനുസരിച്ച് നല്ല രീതിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പോകുന്ന ഞങ്ങൾക്കാണ് ഈ സംഘടനയ്ക്കകത്ത് വീണ്ടും ഞങ്ങളൊന്നും സമരങ്ങൾക്ക് പോകുന്നത് ശരിയല്ല. കാരണം പട്ടാളക്കാർ വന്നതിന് ശേഷം ചെയ്യുന്നത് ശരിയല്ല. ഒന്നുകിൽ രാജ്ഭവന് മുന്നിൽ പോകണം, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോകണം, അല്ലെങ്കിൽ കളക്ടറേറ്റ് പോകണം. അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ്. കേന്ദ്രമാണ് നമ്മളെ പെറ്റമ്മ, സംസ്ഥാനമാണ് നമ്മളെ പോറ്റമ്മ. ഈ 2 പേരെയും നമുക്ക് വേണം.
പക്ഷേ ഈ പെറ്റമ്മയും പോറ്റമ്മയും വേണമെന്ന് നമ്മൾ പല രീതിയിലും ബന്ധപ്പെടണം. അപ്പോൾ നമ്മളതിന് പല സമരങ്ങളും മാറി മാറി ചെയ്യേണ്ടി വരും. ഒന്നുകിൽ നമ്മൾ രാജ്ഭവനിൽ ചെയ്യണം, കേന്ദ്രത്തിന് വേണമെങ്കിൽ രാജ്ഭവനിൽ ചെയ്യണം, പിന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണമെങ്കിൽ സെക്രട്ടേറിയറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കളക്ടറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ PMG ചെയ്യണം, AG's ഓഫീസിൽ പോയി ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷേ ഞങ്ങളൊന്നും അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ 10 വർഷത്തിന് ശേഷം കോഴിക്കോട് ഈ കടപ്പുറത്ത് സമ്മേളനം നടത്തിയത്. അതിശയപ്പെടുന്ന രീതിയിലായിരുന്നു. 10,000-കണക്കിന് ആൾക്കാരാണ് പങ്കെടുത്തത്. അപ്പം നമ്മൾ വിചാരിച്ചാലും കാര്യം നടക്കുമെന്നുള്ളത് അതിൽ വ്യക്തമാവുകയാണ്. കാരണം ഇപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷനും കൂടെയാണ്. ഓരോ പഞ്ചായത്തുകളിലായാൽ പോലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പല രീതിയിലും മാറ്റങ്ങൾ, ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരവസ്ഥകളും ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു 1-2 കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. ഇതിനകത്ത് ഈ സംഘടനയിൽ കുഴിത്തറത്തിൽ ഗോപാലപിള്ള സാറാണ് ഇത് ആരംഭിച്ചതെങ്കിലും പിന്നീട് വർഗീസ് കാപ്പിൽ സാർ ഇന്നും സജീവമാണ്. അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തികളുടെ പ്രവർത്തനങ്ങളുണ്ട്. രണ്ടാമത് അദ്ദേഹമാണ് വിമുക്ത ശബ്ദത്തിൽ മാസികയിലൊക്കെ എഴുതുന്നത്. പിന്നീട് വളരെ വർഷത്തിന് ശേഷമാണ് 2014 അടുപ്പിച്ചിട്ടാണ് ആദ്യമായിട്ടൊരു ബ്രിഗേഡിയർ നമ്മളെ എക്സ് സർവീസസ് കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി മാറിയത്. ആലപ്പുഴക്കാരൻ ബ്രിഗേഡിയർ ആനന്ദക്കുട്ടൻ സാർ വളരെ കഴിവുള്ള വ്യക്തിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായൊരു ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം ഇല്ല എങ്കിലും, അദ്ദേഹം ഉണ്ട്, പക്ഷേ സജീവമല്ലെങ്കിലും വളരെ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു. അതിനുശേഷം സംഘടന വീണ്ടും ശക്തമാവുകയും ഈ കോവിഡൊക്കെ വരുന്ന സമയത്ത് ഈ ഗോപിനാഥൻ സാർ എന്ന് പറയുന്ന ആൾ സംസ്ഥാന പ്രസിഡൻ്റായി. അതിനും വളരെ രസമുണ്ട്. അദ്ദേഹം മദ്രാസ് റെജിമെൻ്റ് ആളായിരുന്നു. സാറും കൂടെ കേൾക്കാൻ വേണ്ടി പറഞ്ഞാണ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ മദ്രാസ് റെജിമെൻറ്റിൽ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പട്ടാളത്തിൽ ഇരുന്ന് നല്ല സേവനങ്ങളെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമയെ മദ്രാസ് റെജിമെൻറ്റ് നീലഗിരിയിൽ വെച്ചിരിക്കുകയാണ്. സാധാരണ എല്ലാവരും പോയതിനു ശേഷമാണ് പ്രതിമ വയ്ക്കുന്നത്. അങ്ങനെയുള്ളവർ. അതിനുശേഷം നമ്മുടെ ഈ സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. കണ്ണൂരുകാരനായ നമ്പ്യാർ സാറുണ്ട്. പിന്നെ അന്ന് അതിൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അന്നും ഇന്നും പ്രവർത്തിക്കുന്ന ആളാണ് KV വാസുദേവൻ സാർ എന്ന് പറയുന്നത്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് AKG സെൻ്ററിനടുത്ത് നമുക്ക് ഒരു സംസ്ഥാന ഓഫീസ് കെട്ടിടം നിലവിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ്. ആ സമയത്താണ് KV വാസുദേവൻ സാർ, അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായി, അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി. KV വാസുദേവൻ സാറിൻ്റെ കഴിവുണ്ട്. പിന്നീട് നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൊല്ലംകാരനായ സതീശചന്ദ്രൻ സാർ എന്ന് പറയുന്ന ആൾ ഈ സംഘടന, ഞാൻ ഓരോരുത്തരുടെയും പ്രവർത്തന മികവിനെ നമ്മൾ ഈ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ അതും കൂടെ പറയാതെ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. സതീശചന്ദ്രൻ സാർ ഇപ്പം കൊല്ലം ജില്ലാ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവും വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ്. അല്ല, നിങ്ങൾ ഇതിനകത്ത് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. 12 ആവശ്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും അനുഭാവപൂർവമായിട്ടുള്ള നിലപാട് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതും കൂടെ പറഞ്ഞതിന് മുമ്പ് ലാസ്റ്റിലൊരു ഇതും കൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ അതിനുശേഷം നമ്മളെ സംഘടന ഇപ്പം കഴിഞ്ഞ വർഷം രൂപീകരിച്ചപ്പോഴത്തേക്ക് വളരെ ശക്തരായ ആൾക്കാർ വീണ്ടും വന്നു. അതാണ് ഇപ്പം വന്ന P. ജയദേവ്, ലഫ്റ്റനന്റ് കേണലാണ്, കോഴിക്കോടുകാരനാണ്, വടകരക്കാരനാണ്. P. ജയദേവ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി SK അജികുമാർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. പിന്നെ കേണൽ ശശികുമാർ, പിന്നെ അതിനുശേഷം നമ്മുടെ രാജശേഖരൻ നായർ പട്ടാഴി കൊല്ലത്തുള്ള, അതിനുശേഷം പിന്നെ രാധാകൃഷ്ണൻ പണിക്കർ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ തിരുവനന്തപുരം ജില്ലക്കാരനാണ് നമ്മളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ SK അജികുമാർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് വളരെ നല്ലതായിരുന്നു. അത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടുകാരം കൂട്ടണമെന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു സെക്രട്ടേറിയറ്റിനിടയിൽ നിരാഹാരം നടത്തിയ ഒരേ ഒരു വ്യക്തി ഈ SK അജികുമാറാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇനി ആവശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അനുഭവപൂർവമായ നിലപാട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിൻ്റെ അനുഭവങ്ങളിൽ ഇപ്പോൾ എല്ലാം നമ്മൾ അവകാശ പത്രിക പ്രകാരം കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം ഇനി കിട്ടേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് 12ഓളം ആവശ്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളിലും ഉണ്ട്. അന്ന് അതിനുവേണ്ടി മൊബൈലിൽ കൂടെ മറ്റു രീതിയിലുമൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നെയ്യാറ്റിൻകരക്കാരനായ ശ്രീ ജയന്തൻ്റെ ഇടപെടലും വളരെ കറക്റ്റായിരുന്നു. പിന്നെ കൂടാതെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിൻ്റെ സംഘടനയ്ക്കകത്ത് ഞാൻ പറഞ്ഞതുകൊണ്ട് അതും പറഞ്ഞ് ഫിനിഷ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ തുടക്കം തൊട്ടുണ്ടായിരുന്ന. പിന്നെ ഒരു വ്യക്തിയും കൂടെ ഉണ്ട്, നമ്മുടെ ജില്ലാ പ്രസിഡൻ്റായിട്ട് 24 കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡൻ്റായിരുന്ന SK നായർ സാറിനൊപ്പമുള്ളവർ.
അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇനി നമ്മൾ അവകാശ പത്രികകൾ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കൈമാറി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഞങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ പോകും. ഈ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ഇതിനകത്തൊന്നും നമുക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇത് നമുക്കുള്ള അനുഭവമല്ല, വീറുനാരികളായിട്ടുള്ള സാധാരണ പ്രായം ചെന്ന വിമുക്തോളന്മാർക്ക് കിട്ടേണ്ടുന്ന ആവശ്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടെ വളരെ ശ്രദ്ധിക്കുക. 12ഓളം വിഷയങ്ങളുണ്ടെങ്കിലും ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ പ്രധാനമായിട്ടും നമ്മുടെ ഓരോ താലൂക്കിനകത്തും ECHSൻ്റെ പോളിക്ലിനിക്ക് വേണമെന്നുള്ളൊരു ആവശ്യം ഇന്നുവരെ നടപ്പാക്കിയിട്ടില്ല, ഇന്നുവരെ നടപ്പാക്കുന്നില്ല. കാരണം അത് നമുക്ക് വ്യക്തികളന്മാരെല്ലാം എവിടെയെങ്കിലും വരണമെങ്കിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോകണം, പല ഭാഗങ്ങളിലേക്ക് പോകണം. അപ്പം പ്രാഥമികമായിട്ട് നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ താലൂക്കിലും നമുക്ക് ECHSൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ നിരവധി ആവശ്യങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനുഭാവപൂർവമായ നിലപാടുണ്ടാകും എന്ന് നമുക്ക് കരുതാം. തീർച്ചയായിട്ടും. സന്തോഷം.